ഹലോ. ഇന്നൊരു പൂമ്പാറ്റയെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ വിരലിലേക്ക് ആളെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ കഴിയും. അടിപൊളി രണ്ട് ബ്ലാക്ക് കുത്ത് സെൻറ്ററിലായിട്ടുണ്ട്. അതുപോലെ കാപ്പി വര, നല്ല ഭംഗി, വെള്ള, ഓരോ കളറിനനുസരിച്ചുള്ള നമ്മുടെ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികളാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോ ജന്തുക്കൾക്കും അതിൻ്റേതായ നല്ല രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ദൈവം ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു എൻ്റെ വിരലിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി ഞാൻ ആസ്വദിക്കുകയാണ്. നിങ്ങൾക്കും അതുപോലെ തന്നെ ആൾ പോവാണ് കേട്ടോ. ആൾ തന്നെ മെല്ലെ നൈസായിട്ട് പാറി ആ ആളെ നോക്കട്ടെ ഒരു മിനിറ്റ്. പെല്ലെന്ന് പാറിയിട്ട് ഇപ്പോൾ ആൾ താഴത്താണ്. അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഒന്ന് കാണാൻ കഴിയാൻ നോക്കാം. നമുക്ക് മുഖമൊക്കെ അറിയണമല്ലോ. ഞാൻ സൂം ചെയ്യുമ്പോൾ ആൾക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലാണ് ആളിങ്ങനെ മാറിപ്പോണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ മൊത്തത്തിലൊന്ന് ബോഡി എന്താണ് പറയുക സൂം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ടോ എല്ലാവരും? ഈ ഫ്രണ്ട് സൈഡിൽ വട്ടത്തിലൊരു ഷേപ്പിൽ അടിപൊളിയായിട്ടാണ് കണ്ണൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതിൽ ബോഡീൻ്റെ സൈഡിലായിട്ട് ഇതാ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ കാപ്പി വരയിൽ ബ്ലാക്ക് കുത്തിലേക്ക് നല്ല ആൾ ഉഷാറായിട്ട് നിൽക്കണം കേട്ടോ. എപ്പോഴാണ് പറക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുവരെ നമുക്ക് ആളിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാം. എന്തായാലും അദ്ദേഹം എന്തോ ഒരു ചിന്താഗതിയിലാണ്, ഇതുവരെ പാറിപ്പോയിട്ടില്ല. അയാൾ വായൊന്ന് കാണാൻ പറ്റുമോ നോക്കാം നമുക്ക് കേട്ടോ. അദ്ദേഹം വീണ്ടും എൻ്റെ കയ്യിൽ കയറിയിട്ടുണ്ട്. ചാടി കയറിയതാണ്. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കണ്ണ് കിട്ടുന്നുണ്ട്. എൻ്റെ വിരൽ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ നന്നായിട്ട് ഫോക്കസ് ആവുന്നുണ്ട്. ഇപ്പോൾ ആളിതാ രണ്ട് കണ്ണും തുറന്ന് ഇങ്ങനെ നോക്കണം കേട്ടോ. ആളെ കാലും കൈയൊക്കെ നോക്കാം നമുക്ക്. കാലിലൊക്കെ പ്രത്യേക തരം അങ്ങനെ സാധാരണ പ്രാണികൾ നിന്ന് തരാറില്ല, പെട്ടെന്ന് പറന്നു പോകും. പക്ഷേ ഈ പ്രാണിക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ പ്ലാനിങ്ങിലാണ്. പറന്നു പോകുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പെട്ടെന്നാവും പറന്നു പോകും. അതുവരെ നമുക്ക് അതിന് അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും പാവാണ് അദ്ദേഹം കേട്ടോ. ആൾ ഉഷാറാണ്. ഞാൻ ലൈറ്റ് അടിച്ച് ദേഷ്യം പിടിക്കണ്ടെന്ന് അറിയില്ല കേട്ടോ. കിട്ടിയിട്ടുണ്ട്. കഷ്ടിച്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആളെ മുഖം മൂങ്ങൻ്റെ പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത്രയും സൂം ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ മൈന്യൂട്ടായിട്ടാണ് കിട്ടുള്ളൂ. കാരണം അത്രയും മുഖം കണ്ട ഒരു മൂങ്ങയുടെ ഷേപ്പിൽ ഇങ്ങനെ ആളിങ്ങനെ നോക്കുക എന്നെ കൊണ്ട്. നല്ല അടിപൊളി, കാണാനുള്ള ഭംഗിയൊക്കെ ഉണ്ട് ആളെ കാണാൻ അല്ലേ. ഈ സൈഡ് ഭാഗമൊക്കെ നോക്കട്ടെ നമുക്ക്. ആള് നല്ല നിങ്ങൾക്ക് തോന്നുന്നത് കാണുമ്പോൾ പുഞ്ചിരിക്കണുണ്ടാ, ചെറുതായിട്ടൊരു ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴേ മൂപ്പരാൾക്ക് അതൊരു കൗതുകമായിട്ട് തോന്നുകയാണ്. മൂപ്പരാൾ കാലൊക്കെ ഉണ്ട്, ഒരു അടിപൊളി കാലുകളൊക്കെയാണ്. അദ്ദേഹത്തിന് ഞാൻ തൊടട്ടെ, എൻ്റെ വിരലുകൊണ്ട് തൊട്ട് നോക്കട്ടെ എവിടെയാണ്. ഓക്കെ, ഇതാ എൻ്റെ വിരലാണ് മുകളിൽ കേട്ടോ. ഞാൻ തൊട്ടിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടില്ല. ഒന്ന് ഇളകിയിട്ടുണ്ട് കണ്ടാ. ആളുകളെ കണ്ടോ, ഞാൻ തൊടുന്നുണ്ട്. ആൾ പോകുന്നില്ല, ഇപ്പോൾ പാറിപ്പോകുന്നു തോന്നുന്നുണ്ട് കണ്ടാ. ഉഷാറായി ആൾ ഉഷാറാണ്. അടിപൊളി ഇത് ആളിതാ കറങ്ങി ഓടി നടക്കുകയാണ്. ആളെൻ്റെ വിരലിലോട്ട് ഇങ്ങനെ എന്തൊക്കെ ചെയ്യാന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുക. പിന്നെ അത് വിരലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സൂപ്പറായിട്ട് അദ്ദേഹം പാവാണ് കേട്ടോ. അദ്ദേഹം നല്ല രസമുണ്ട്. ഭംഗിയുള്ള പൂമ്പാറ്റ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ അമർത്തുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ഓരോ പ്രാണികളും ജന്തുക്കളൊക്കെ കാണുമ്പോൾ വീഡിയോ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.